പെർമിറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിൻ്റെ 13ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ കോമ്പിനേഷൻസിൻ്റെ തന്നെ കുറച്ച് പ്രോബ്ലംസ് കൂടി ചെയ്യുകയാണ്. ഇതിൽ സാധാരണ ചോദിക്കുന്ന ഒരു ടൈപ്പ് പ്രോബ്ലം ഉണ്ട്. കാർഡ് ഉണ്ടല്ലോ, പ്ലേയിങ് കാർഡ്, ചീട്ടെന്ന് പറയും. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കാർഡുകൾ സെലക്ട് ചെയ്യുന്നു, ഓരോന്നിനും കാർഡുകളുടെ ടൈപ്പ് പറഞ്ഞിട്ട് അതിൻ്റെ സെലക്ഷനുകളുടെ എണ്ണം ചോദിക്കുന്ന പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരം പ്രോബ്ലങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്തരം പ്രോബ്ലം ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കാർഡുകളെ കുറിച്ചുള്ളൊരു ധാരണ വേണം. ഓരോ കാർഡും ഏതൊക്കെ ടൈപ്പ് കാർഡുകളുണ്ട്, ഓരോന്നിൻ്റെയും എണ്ണം എത്രയാണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ വേണം. നിങ്ങൾ കണ്ടിട്ടാവുണ്ടാവും കാർഡുകൾ. അപ്പോൾ ഇതാണ് സാധാരണ പ്ലേയിങ് കാർഡിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക, ഏതൊക്കെ ടൈപ്പ് കാർഡുകളുണ്ടെന്ന് നോക്കുക. ആദ്യം കാണുന്ന എ എന്നെഴുതിയിരിക്കുന്ന കാർഡാണ്. അതിനെ നമ്മൾ എയ്സ് എന്നാണ് വിളിക്കുന്നത്, ACE, എയ്സ്. പിന്നെ 2 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ്, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇത്രയും നമ്പേഴ്സ്. പിന്നെ ഉള്ളത് ജെ, അതിനെ ജാക്ക് എന്ന് പറയും. പിന്നെ ക്യൂനെന്ന് പറയും. ദെൻ കിങ് എന്ന് പറയും. ഇതാണ് ഇങ്ങനെ 13 ഇനത്തിലുള്ള കാർഡുകൾ. അതിൻ്റെ നമ്പർ അല്ലെങ്കിൽ അതിൻ്റെ ലെറ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് തരംതിരിച്ചാൽ 13 ഇനം കാർഡുകളാണ്. അതിലൊന്ന് എയ്സ് കാർഡ്, പിന്നെ 2 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ്, പിന്നെ ജാക്ക്, ക്യൂന്, കിങ്, ഇങ്ങനെ 13 ഇനം കാർഡുകളാണ്. ഈ 13 ഇനം കാർഡുകൾ കൂടെ അതോടൊപ്പം തന്നെ ആ കാർഡുകളിൽ ചില സിമ്പലുകൾ അല്ലെങ്കിൽ ചില പിക്ചറുകൾ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എയ്സ് കാർഡ് നോക്കുക. എയ്സ് കാർഡ് നോക്കുമ്പോൾ 4 തരത്തിലുള്ള എയ്സ് കാർഡുകൾ നിങ്ങൾ കാണുന്നുണ്ട്. 1, 2, 3, 4 4 എയ്സ് കാർഡുകൾ. ഇതിൽ ഓരോന്നിലും കാണിച്ചിരിക്കുന്ന പിക്ചേഴ്സ് വ്യത്യസ്തമാണ്. ഇതിനാദ്യം കാണിച്ചിരിക്കുന്നത് ഈ കാർഡ്, ആദ്യത്തെ പിക്ചർ, അതിനെ ക്ലബ്സ് എന്നാണ് പറയുന്നത്, CLUBS, ക്ലബ്സ്. രണ്ടാമത് കാണിച്ചിരിക്കുന്ന പിക്ചർ, അതിനെ നമ്മൾ ഹാർട്ട്സ് എന്ന് പറയും, HEARTS, ഹാർട്ട്സ്. മൂന്നാമത് കാണിച്ചിരിക്കുന്ന പിക്ചർ, അതിനെ സ്പെയ്ഡ് എന്ന് പറയും. നാലാമത് SPAD, സ്പെയ്ഡ്. നാലാമത് കാണിച്ചിരിക്കുന്ന ഡയമണ്ട്. അങ്ങനെ 4 തരം പിക്ചറാണുള്ളത്. അപ്പോൾ എയ്സ് കാർഡുകൾ 4 എണ്ണമാവും ഉണ്ടാവുക. 4 എണ്ണം എന്ന് പറയുന്നത്, ഒന്ന് ക്ലബ്സ് എയ്സ്, മറ്റൊന്ന് ഹാർട്ട്സ് എയ്സ്, പിന്നെ സ്പെയ്ഡ് എയ്സ്, നാലാമത്തെ ഡയമണ്ട് എയ്സ്. ഈ എയ്സ് മാത്രമല്ല, ഈ ഓരോ കാർഡും എങ്ങനെയാണ്. 2 എന്ന കാർഡ് നോക്കിയേ, ക്ലബ്സ് 2, ഹാർട്ട്സ് 2, സ്പെയ്ഡ് 2, ഡയമണ്ട് 2, അതും 4 എണ്ണമാണ്. 3 എന്ന കാർഡ് നോക്കുക, അതും 4 എണ്ണം തന്നെയാണ്. അങ്ങനെ ഓരോ കാർഡുകളൊന്ന് നോക്കുക, ഓരോന്നും 4 വീതമാണ്. ജാക്ക് കാർഡ് നോക്കൂ, ജാക്ക് 4 ജാക്ക് കാർഡുകളുണ്ട്. ഒന്ന് ക്ലബ്സ് ജാക്ക്, ഹാർട്ട്സ് ജാക്ക്, സ്പെയ്ഡ് ജാക്ക്, ഡയമണ്ട് ജാക്ക്. അതുപോലെ ക്യൂൻ അത് തന്നെയാണ്, ക്ലബ്സ് ക്യൂൻ, ഹാർട്ട്സ് ക്യൂൻ, സ്പെയ്ഡ് ക്യൂൻ, ഡയമണ്ട് ക്യൂൻ. അതുപോലെ തന്നെയാണ് കിങ് കാർഡും, അതും 4 എണ്ണമാണുള്ളത്. അപ്പോൾ 13 ഇനത്തിൽപ്പെട്ട കാർഡുകളാണ്, ഓരോന്നും 4 വീതം. എയ്സും 2 മുതൽ 10 വരെയുള്ള നമ്പേഴ്സും, ജാക്ക്, ക്യൂന്, കിങ്, ഇങ്ങനെ 13 ഇനം കാർഡുകളാണ്. ഓരോ കാർഡുകളും 4 എണ്ണം വീതമുണ്ട്. അത് ഓരോന്നും 4 എന്ന് പറയുമ്പോൾ, ഒന്ന് ഡയമണ്ട് എയ്സാണ്, മറ്റൊന്ന് ഹാർട്ട്സ് എയ്സാണ്, സ്പെയ്ഡ് എയ്സ്, ക്ലബ്സ് എയ്സ്. അതുപോലെ തന്നെയാണ് ഓരോ കാർഡുകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, എത്ര എയ്സ് കാർഡ് ഉണ്ടെന്ന് വെച്ചാൽ 4 എയ്സ് കാർഡുകളുണ്ട്. എത്ര ജാക്ക് കാർഡ് ഉണ്ടെന്ന് വെച്ചാൽ 4 ജാക്ക് കാർഡുണ്ട്. എത്ര ക്യൂൻ ഉണ്ടെന്ന് വെച്ചാൽ 4 ക്യൂനുണ്ട്. എത്ര കിങ് കാർഡ് ഉണ്ടെന്ന് വെച്ചാൽ 4 കിങ് കാർഡുണ്ട്. ഇപ്പോൾ ചോദിക്കണം, എത്ര ഡയമണ്ട് എയ്സ് ഉണ്ട്? ഡയമണ്ട് എയ്സ് ഒന്നേ ഉള്ളൂ, ഹാർട്ട്സ് എയ്സ് ഒന്നേ ഉള്ളൂ, സ്പെയ്ഡ് എയ്സ് ഒന്നേ ഉള്ളൂ, ക്ലബ്സ് എയ്സ് ഒന്നേ ഉള്ളൂ. അങ്ങനെ ആകെ 4 എയ്സ് കാർഡുകളാണുള്ളത്. ഇനി എത്ര ക്ലബ്സ് കാർഡുകളുണ്ട് നോക്കുക. ക്ലബ്സ് കാർഡുകൾ നോക്കുമ്പോൾ ക്ലബ്സ് എയ്സ് ഉണ്ട്, ക്ലബ്സ് 2, ക്ലബ്സ് 3, അങ്ങനെ പോയി ക്ലബ്സ് 10, ദെൻ ക്ലബ്സ് ജാക്ക്, ക്ലബ്സ് ക്യൂൻ, ക്ലബ്സ് കിങ്. അത് എണ്ണി നോക്കുക, 13 ക്ലബ്സ് കാർഡുകളാണുള്ളത്. അതുപോലെ ഹാർട്ട്സ് കാർഡുകളും 13 എണ്ണമാണുള്ളത്. ആ ഓരോ പിക്ചറുകളും 13 വീതമാണ്. സ്പെയ്ഡ് കാർഡുകളും 13 എണ്ണമുണ്ട്, ഡയമണ്ട് കാർഡുകളും 13 എണ്ണമുണ്ട്. ഈ എണ്ണം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ക്ലബ്സ് ആ പിക്ചറുകൾ ഓരോന്നും, പിക്ചറുകൾ 4 തരം പിക്ചറുകളാണ്. ഒന്ന് ക്ലബ്സ്, ഹാർട്ട്സ്, സ്പെയ്ഡ്, ഡയമണ്ട്. ഈ 4 തരം കാർഡുകളാണ്. അതിൽ ഓരോന്നും 13 വീതം. ക്ലബ്സ് 13, ഹാർട്ട്സ് 13, സ്പെയ്ഡ് 13, ഡയമണ്ട് 13. എന്നാൽ അതിലെ ലെറ്റേഴ്സ് ഓരോന്നും എത്ര വീതം? എയ്സ് 4, 2 4, അങ്ങനെ പോയി. ജാക്ക് 4, ക്യൂൻ 4, കിങ് 4. ഇതാണ് കാർഡുകളുടെ എണ്ണം. മറ്റൊന്നുകൂടി, ഈ കാർഡുകളിലെ കളേഴ്സ് ഉണ്ട്. കളേഴ്സ് എന്ന് പറയുന്നത്, ഈ ആദ്യത്തെ ക്ലബ്സും മൂന്നാമത് കാണിച്ചിരിക്കുന്ന സ്പെയ്ഡും, അത് രണ്ടും ബ്ലാക്ക് കളറായിരിക്കും.
എന്നാൽ ഹാർട്ട്സും ഡയമണ്ടും റെഡ് കളറായിരിക്കും. അപ്പോൾ എത്ര ബ്ലാക്ക് കാർഡ് ഉണ്ടെന്ന് ചോദിച്ചാൽ ക്ലബ്സ് കാർഡുകൾ 13 സ്പേഡ് കാർഡുകൾ 13 അങ്ങനെ 26 ബ്ലാക്ക് കാർഡുകൾ. അതുപോലെ ഹാർട്ട്സ് ഡയമണ്ടും റെഡാണ്. ഹാർട്ട്സ് 13 ഡയമണ്ട് 13 അങ്ങനെ 26 റെഡ് കാർഡുകളുമുണ്ട്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുക റെഡ് എയ്സ് എത്രയുണ്ട്? റെഡ് എയ്സ് 2 ആകെ 4 എയ്സ് കാർഡാണുള്ളത്. അതിൽ ഹാർട്ട്സ് എയ്സും ഡയമണ്ട് എയ്സുമാണ് റെഡ് ആയിട്ടുള്ളത്. എന്നാൽ ക്ലബ്സ് എയ്സും സ്പെയ്ഡ് എയ്സും ബ്ലാക്ക് ആണ്. അപ്പോൾ 2 ബ്ലാക്ക് എയ്സ് 2 റെഡ് എയ്സ്. അതുപോലെ ഇതെല്ലാം 2 ബ്ലാക്ക് ജാക്ക് 2 റെഡ് ജാക്ക്, 2 ബ്ലാക്ക് ക്യൂൻ 2 റെഡ് ക്യൂൻ, 2 ബ്ലാക്ക് കിങ് 2 റെഡ് കിങ്. ഇങ്ങനെയാണ്. അപ്പോൾ ആ എണ്ണങ്ങൾ ഒന്നുകൂടി വ്യക്തമായിട്ട് ഓർക്കുക. അപ്പോൾ ഒരു ടേബിൾ ഫോമിൽ അത് എഴുതിയിട്ടുണ്ട്. ഇതാണ് ടേബിൾ, എണ്ണം കാണിച്ചിട്ടുണ്ട്. എയ്സ് കാർഡുകൾ 4 എണ്ണമാണ്. 4 എന്ന് പറഞ്ഞാൽ ഡയമണ്ട് എയ്സ്, ഹാർട്ട്സ് എയ്സ്, സ്പേഡ് എയ്സ്, ക്ലബ്സ് എയ്സ് 4 എണ്ണം. 2 എന്ന കാർഡ് അത് 4 എണ്ണം, 3 അത് 4 എണ്ണം, അങ്ങനെ 10 വരെയുള്ള നമ്പേഴ്സ് എല്ലാം 4 വീതം. കിങ് കാർഡും അത് തന്നെയാണ് 4 എണ്ണം, ക്യൂൻ കാർഡും 4 എണ്ണം, ജാക്ക് കാർഡ് 4, അങ്ങനെ ടോട്ടൽ 52. മറ്റൊന്ന് അല്ല പിക്ചർ വെച്ച് നിർത്തിയിരിക്കുമ്പോൾ ഡയമണ്ട് കാർഡ് 13 എണ്ണമാണ്. ഡയമണ്ട് എയ്സ്, ഡയമണ്ട് 2 അങ്ങനെ 13 ഡയമണ്ട് കാർഡുകൾ. ദെൻ ഹാർട്ട്സ് കാർഡ് 13, സ്പേഡ് കാർഡ് 13, ക്ലബ്സ് കാർഡ് 13. ഇതിൽ ആദ്യം പറഞ്ഞ ഡയമണ്ട് കാർഡും ഹാർട്ട്സ് കാർഡും റെഡ് കളറായിരിക്കും, അപ്പോൾ 26 റെഡ്. സ്പെയ്ഡും ക്ലബ്സും ബ്ലാക്ക് കളറായിരിക്കും, അപ്പോൾ 26 ബ്ലാക്ക്. അപ്പോൾ ഈ ഒരു എണ്ണം അങ്ങനെ ടോട്ടൽ 52 കാർഡ്സ് ആണ്. ഈ എണ്ണങ്ങൾ കൃത്യമായി മനസ്സിലുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാം. അപ്പോൾ എണ്ണങ്ങൾ ആദ്യം കൃത്യമായി ഇതിൻ്റെ എണ്ണങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് എഴുതി വെച്ചുകൊണ്ട് നിങ്ങളിതിൻ്റെ പ്രോബ്ലംസ് കാണുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, in how many ways can we select 2 diamond cards from a pack of 52 cards? 2 ഡയമണ്ട് കാർഡ് പാക്ക് ഓഫ് 52 കാർഡ്സിൽ നിന്ന് 2 ഡയമണ്ട് കാർഡുകൾ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ അത്തരം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡയമണ്ട് കാർഡുകൾ സെലക്ട് ചെയ്യുന്ന കാര്യമാണ് ചോദിച്ചത്. അപ്പോൾ ആകെ എത്ര ഡയമണ്ട് കാർഡ് ഉണ്ട് എന്ന ധാരണ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റൂ. നമ്മൾ നേരത്തെ കണ്ടതാണ് ഡയമണ്ട് കാർഡുകൾ 13 ആണുള്ളത്. 13 ഡയമണ്ട് കാർഡുകളുണ്ട് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. ആ 13 ഡയമണ്ട് കാർഡുകളിൽ നിന്ന് 2 ഡയമണ്ട് കാർഡ് സെലക്ട് ചെയ്യണം. ഹൗ മെനി വേസ് ക്യാൻ വി സെലക്ട് 2 ഡയമണ്ട് കാർഡ്സ് എന്നാണ്. അപ്പോൾ 13 ഡയമണ്ട് കാർഡ്സ് ഉണ്ട്, അതിൽ നിന്നാണ് 2 സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളറിയാമല്ലോ n എണ്ണമുണ്ട്, അതിൽ 6 എണ്ണം സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ഷനുകളുടെ എണ്ണം NCR ആണ്. അപ്പോൾ 13 ഡയമണ്ട് കാർഡ്സ് അതിൽ 2 സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 2 ഡയമണ്ട് കാർഡ്സ് എന്ന് പറയുന്നത് 13C2. അത് കാണാൻ അറിയാം, 13 × 12/1 × 2. അടുത്ത ക്വസ്റ്റ്യൻ, 4 cards are selected from a pack of 52 cards. In how many ways the cards can be selected? 4 cards are selected from a pack of 52 cards. 52 cards ഉള്ള പാക്ക്, അതിൽ നിന്ന് 4 കാർഡുകൾ സെലക്ട് ചെയ്യുന്നു. In how many ways the cards can be selected? എത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ കഴിയും? ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ നമുക്ക് വളരെ എളുപ്പമാണ്. ആകെ കാർഡുകളുടെ എണ്ണം 52 ആണ്. അതിൽ നിന്ന് 4 കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നമ്പർ ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് 52C4 ആയിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ ഇസ് ഈക്വൽ ടു 52C4. അത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, അത് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. പക്ഷെ അവിടെ കൊണ്ട് ക്വസ്റ്റ്യൻ അവസാനിക്കുന്നില്ല. ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്, ഹൗ മെനി ഓഫ് ദീസ് സെലക്ഷൻ കണ്ടെയ്ൻസ് 3 king and 1 queen കാർഡ്? ഹൗ മെനി ഓഫ് ദീസ് സെലക്ഷൻ, ഈ സെലക്ഷനുകളിൽ 52C4 രീതിയിൽ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, ആ സെലക്ഷനിൽ എത്ര എണ്ണത്തിലാണ് ഹൗ മെനി ഓഫ് ദീസ് സെലക്ഷൻ കണ്ടെയ്ൻസ് 3 king and 1 queen കാർഡ്? 1 കിങ് കാർഡും 1 ക്യൂൻ കാർഡും ഉള്ള സെലക്ഷൻ. അതായത് ഈ 4 എണ്ണം സെലക്ട് ചെയ്തപ്പോൾ അതിൽ 3 എണ്ണം കിങ്ങും 1 എണ്ണം ക്യൂനുമാകുന്ന സെലക്ഷൻ്റെ എണ്ണം എത്രയാണെന്നാണ്. ദാറ്റ് മീൻസ് അത് എത്ര രീതിയിൽ ചെയ്യാൻ കഴിയും എന്നാണ്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ടോട്ടൽ എത്ര കിങ് കാർഡുണ്ട് എത്ര ക്യൂൻ കാർഡുണ്ട് എന്ന് അറിയേണ്ടതുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. കിങ് കാർഡുകളുടെ എണ്ണം 4 ആണ്, ക്യൂൻ കാർഡുകളുടെ എണ്ണവും 4 ആണ്. There are 4 king and 4 queen cards. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 4 കിങ്ങിൽ നിന്ന് 3 കിങ്ങും 4 ക്യൂനിൽ നിന്ന് 1 ക്യൂനും രണ്ടും ചെയ്യണം. കിങ്ങും ചെയ്യണം, ക്യൂനും ചെയ്യണം. അപ്പോൾ അതിന് കിങ് കാർഡ് എത്ര രീതിയിൽ പറ്റും? 4 കിങ് കാർഡിൽ നിന്നാണ് 3 കിങ് കാർഡ് സെലക്ട് ചെയ്യേണ്ടത്. ആകെ n എണ്ണമുണ്ട്, 6 എണ്ണം സെലക്ട് ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് സെലക്ഷൻ NCR. അപ്പോൾ 4 കിങ് കാർഡ്, അതിൽ നിന്ന് 3 കിങ് കാർഡ് സെലക്ട് ചെയ്യണം. സെലക്ഷൻ്റെ എണ്ണം 4C3 ആയിരിക്കും.
അതുപോലെ 4 ക്യൂൻ കാർഡിൽ നിന്ന് 1 ക്യൂൻ കാർഡ് സെലക്ട് ചെയ്യണം. അപ്പോൾ സെലക്ഷൻ്റെ എണ്ണം 4C1 ആയിരിക്കും. അപ്പോൾ കിങ് കാർഡുകൾ സെലക്ട് ചെയ്യുന്ന സെലക്ഷൻ്റെ എണ്ണം 4C3, ക്യൂൻ കാർഡുകൾ സെലക്ട് ചെയ്യുന്ന സെലക്ഷൻ്റെ എണ്ണം 4C1. അപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിക്കാം. കാരണം 3 കിങ് ആൻഡ് 1 ക്യൂന് രണ്ടും ഒരുപോലെ ചെയ്യുകയാണ്. ഒരു കാര്യം എം രീതിയിലും മറ്റൊന്ന് എൻ രീതിയിലുമാണെങ്കിൽ രണ്ടും ഒരുമിച്ചാകുമ്പോൾ M*N ആണ്. അപ്പോൾ കിങ് കാർഡുകൾ 4C3 രീതിയിൽ, ക്യൂൻ കാർഡുകൾ 4C1 രീതിയിൽ, 3 കിങ് ആൻഡ് 1 ക്യൂൻ ആകുമ്പോൾ 4C3 ഇൻറ്റു 4C1 രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് അടുത്ത ആൻസർ. ദർ ആർ 4 കിങ് ആൻഡ് 4 ക്യൂൻ കാർഡ്സ്. നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 3 കിങ് ആൻഡ് 1 ക്യൂൻ കാർഡ്സ് ഈക്വൽ ടു 4C3 ഇൻറ്റു 4C1. ഈ 4C3 കാണാൻ ഈ ഫോമുല ഉപയോഗിച്ചാൽ എളുപ്പമുണ്ട്. NCR ഈക്വൽ ടു NCN-R എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. NCRനെ NCN-R എന്ന് എഴുതാം. അപ്പോൾ 4C3യെ 4C4-3 എന്ന് എഴുതാം. 4-3 1 ആണ്. അപ്പോൾ 4C1 എന്ന് എഴുതാം. 4C1 ഇൻറ്റു 4C1. NC1 ഈക്വൽ ടു N ആണല്ലോ. അപ്പോൾ 4C1 4 തന്നെയാണ്. 4 ഇൻറ്റു 4 ഈക്വൽ ടു 16. ഈ 4C3യെ ഇങ്ങനെ മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. 4C3യെ നമുക്ക് 4ൽ തുടങ്ങി 3 ഫാക്ടർ, ദാറ്റ് ഈസ് 4 ഇൻറ്റു 3 ഇൻറ്റു 2 ബൈ താഴെ 1 ഇൻറ്റു 2 ഇൻറ്റു 3 അങ്ങനെ എഴുതിയും ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു 3 ക്യാൻസൽ ചെയ്തിട്ട് 4 കിട്ടും. അങ്ങനെയും ചെയ്യാം. അല്ലാതെ ഇങ്ങനെ ഇതുപോലെ ഫോമിൽ ഉപയോഗിച്ച് മാറ്റണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ നമ്പർ ഓഫ് സെലക്ഷൻ കിട്ടി 16. അടുത്ത ക്വസ്റ്റ്യൻ. 5 cards are selected from a pack of 52 cards. പാക്ക് ഓഫ് 52 കാർഡ്സ് ഉണ്ട്. അതിൽ നിന്ന് 5 കാർഡുകൾ സെലക്ട് ചെയ്യുന്നു. ഹൗ മെനി സെലക്ഷൻ കണ്ടെയ്ൻ എക്സാക്ട്ലി 3 സ്പേഡ് കാർഡ്സ്. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ചോദിച്ചിട്ടില്ല. ടോട്ടൽ നമ്പർ ഓഫ് വേസ് ചോദിച്ചിരുന്നെങ്കിൽ 52 കാർഡിൽ നിന്ന് 5 കാർഡുകൾ സെലക്ട് ചെയ്യണം. അപ്പോൾ 52C5 എന്ന് കിട്ടുമായിരുന്നു. പക്ഷെ അത് ചോദിച്ചിട്ടില്ല. പകരം ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി സെലക്ഷൻ കണ്ടെയ്ൻസ് എക്സാക്ട്ലി 3 സ്പേഡ് കാർഡ്സ്. എത്ര സെലക്ഷനുകളിലാണ് എക്സാക്ട്ലി 3 സ്പേഡ് കാർഡ്സ്, കൃത്യം 3 സ്പേഡ് കാർഡുകൾ. അപ്പോൾ അവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്നത് 5 കാർഡുകളാണ്. 5 cards ആർ സെലക്റ്റഡ് എന്ന 5 കാർഡുകൾ സെലക്ട് ചെയ്യുന്നു എന്നാ. അതിൽ എക്സാക്ട്ലി 3 സ്പേഡ് കാർഡ് ഉണ്ടാവണമെന്നാണ്. അപ്പോൾ എന്താ അർത്ഥം? കൃത്യം 3 സ്പേഡ് കാർഡ്, 5 എണ്ണം എടുക്കുന്നു, അതിൽ കൃത്യം 3 എണ്ണം സ്പേഡ് എന്ന് പറയുമ്പോൾ 2 എണ്ണം സ്പേഡ് അല്ലാത്തതായിരിക്കണം. അതല്ലേ അതിൻ്റെ അർത്ഥം? അപ്പം 3 സ്പേഡും വേണം, 2 നോൺ സ്പെയ്ഡും വേണം. 5 കാർഡുകൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ കൃത്യം 3 എണ്ണം സ്പെയ്ഡ് ആവുന്നു. അങ്ങനെയുള്ള സെലക്ഷൻ എത്ര എന്നാണ്? 5 സെലക്ട് ചെയ്യുന്നതിൽ കൃത്യം 3 എണ്ണം സ്പെയ്ഡ് മീൻസ് ബാക്കി 2 എണ്ണം നോൺ സ്പെയ്ഡ്. ദാറ്റ് മീൻസ് 3 സ്പെയ്ഡും 2 നോൺ സ്പെയ്ഡും. 3 സ്പെയ്ഡ് കാർഡ്സ് ആൻഡ് 2 നോൺ സ്പെയ്ഡ് കാർഡ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ എത്ര സ്പെയ്ഡ് കാർഡുകളുണ്ട്, എത്ര നോൺ സ്പെയ്ഡ് കാർഡുകളുണ്ട് എന്ന് അറിയേണ്ടതുണ്ട്. നമുക്കറിയാം ടോട്ടൽ കാർഡുകളുടെ എണ്ണം 52 ആണ്. അതിൽ സ്പെയ്ഡ് കാർഡുകൾ 13 ആണ് എന്നറിയാം. അപ്പോൾ ബാക്കിയുള്ളത് സ്പെയ്ഡ് അല്ലാത്ത കാർഡുകളാണ്. ആകെ 52, അതിൽ 13 സ്പെയ്ഡ് കാർഡ്, ബാക്കി 39 കാർഡുകളും നോൺ സ്പെയ്ഡ് ആയിരിക്കും. അതിൽ നിന്നാണ് നമ്മൾ 5 കാർഡ് സെലക്ട് ചെയ്തത്. അപ്പോൾ 3 എണ്ണം സ്പെയ്ഡ് ആവണം. ദാറ്റ് മീൻസ് 3 സ്പെയ്ഡും 2 നോൺ സ്പെയ്ഡ്. അപ്പോൾ സെലക്ഷൻ 5 എണ്ണമാണ് അല്ലേ? അതിൽ 3 സ്പെയ്ഡ് ആവണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കി 2 എണ്ണം നോൺ സ്പെയ്ഡ് ആവണമെന്നാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? 13 സ്പെയ്ഡ് കാർഡുകളിൽ നിന്ന് 3 സ്പെയ്ഡ് കാർഡും 39 നോൺ സ്പെയ്ഡ് കാർഡുകളിൽ നിന്ന് 2 നോൺ സ്പെയ്ഡ് കാർഡും സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 13 സ്പെയ്ഡ് കാർഡുകളിൽ നിന്ന് 3 സ്പെയ്ഡ് കാർഡ്, അത് 13C3 രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും. 39 നോൺ സ്പെയ്ഡ് കാർഡുകളിൽ നിന്ന് 2 നോൺ സ്പെയ്ഡ് കാർഡ്, അത് 39C2 രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 13C3യും 39C2വും. അപ്പോൾ 3 സ്പെയ്ഡ് ആൻഡ് 2 നോൺ സ്പെയ്ഡ് രണ്ടും വേണമല്ലോ, രണ്ടും ചെയ്യല്ലേ, രണ്ടും ഒരുമിച്ച് ചെയ്യുകയല്ലേ. അപ്പോൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷനാണ് 13C3 ഇൻറ്റു 39C2 എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാതെ ദർ ആർ 13 സ്പെയ്ഡ് ആൻഡ് 39 നോൺ സ്പെയ്ഡ് കാർഡ്സ്. വി ആർ സെലക്ടിങ് 5 കാർഡ്സ്. 5 കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. ദർ ഷുഡ് ബി എക്സാക്ട്ലി 3 സ്പെയ്ഡ് കാർഡ്സ്. അവിടെ കൃത്യം 3 സ്പെയ്ഡ് കാർഡ് ഉണ്ടാവണം. ദാറ്റ് ഈസ് 3 സ്പെയ്ഡ് ആൻഡ് 2 നോൺ സ്പെയ്ഡ് കാർഡ്സ്. 3 സ്പെയ്ഡും 2 നോൺ സ്പെയ്ഡ് കാർഡും. അപ്പോൾ നമ്മളിവിടെ കണ്ടതാണ് നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ഷൻ കണ്ടു. 13 സ്പെയ്ഡിൽ നിന്ന് 3 സ്പെയ്ഡും 39 നോൺ സ്പെയ്ഡിൽ നിന്ന് 2 നോൺ സ്പെയ്ഡും. അപ്പോൾ 13C3 ഇൻറ്റു 39C2 ആണ്. അപ്പോൾ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ഷൻ ഇസ് ഈക്വൽ ടു 13C3 ഇൻറ്റു 39C2. അതിൻ്റെയൊക്കെ വാല്യൂസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഞാൻ ആ സ്റ്റെപ്പൊന്നും എഴുതിയിട്ടില്ല, നിങ്ങളത് എഴുതി കണ്ടുപിടിക്കുക. പക്ഷേ ഈ പ്രോബ്ലം ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ഇവിടെ അബദ്ധം പറ്റാൻ ചാൻസ് ഉണ്ട്. പലരും ഇത് ശ്രദ്ധിക്കത്തില്ല. സെലക്ഷൻ കണ്ടെയ്ൻസ് എക്സാക്ട്ലി 3 സ്പെയ്ഡ് കാർഡ്, കൃത്യം 3 സ്പെയ്ഡ് കാർഡ്. അപ്പോൾ പലരും ആലോചിക്കാൻ പോകുന്നത് 3 സ്പെയ്ഡ് കാർഡ് എടുക്കണം. 13 സ്പെയ്ഡ് കാർഡല്ലേ ഉള്ളത്, അതിൽ നിന്ന് 3 എടുക്കണം. അപ്പോൾ 13C3
ഇത്ര മാത്രമേ ആൻസർ ഉള്ളൂ എന്ന് ധരിക്കും. അല്ല, കാരണം 3 സ്പേഡ് കാർഡ് ഉണ്ടാവണമെന്ന് മാത്രമല്ല പറഞ്ഞേക്കുന്നത്, 5 കാർഡ് എടുത്തതായി പറയുന്നുണ്ട്. 5 കാർഡ് എടുത്തു, അതിൽ 3 സ്പേഡ് എന്ന് പറയുമ്പോൾ 2 സ്പേഡ് അല്ലാത്തത് അർത്ഥമുണ്ട്. ഇപ്പം 5 കാർഡ് എടുത്തു എന്നൊന്നും പറയാതെ there are 52 cards, in how many ways can we select 3 spade cards എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ 13C3 എന്ന് ആൻസർ എഴുതിയാൽ മതി. കാരണം 13 സ്പേഡിൽ നിന്ന് 3 സ്പേഡ്. പക്ഷേ 5 കാർഡ് എടുത്തു എന്ന് ആദ്യം പറയുന്നുണ്ട്, അതിൽ കൃത്യം 3 സ്പേഡ് എന്നാണ്. അപ്പോൾ ബാക്കി 2 എണ്ണം നോൺ സ്പേഡ് ആവണം എന്നുള്ളത് ക്ലിയർ ആണ്. അപ്പോൾ ഈ തരത്തിൽ ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് നോക്കി ആലോചിച്ച് മാത്രമേ ഉത്തരങ്ങൾ എഴുതാവൂ. സിമ്പിൾ ആണെങ്കിൽ പോലും ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെറിയ മിസ്റ്റേക്കുകൾ പറ്റാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് 5 കാർഡ് കോമ്പിനേഷൻസ്. 5 കാർഡ് കോമ്പിനേഷൻസ് മീൻസ് 5 കാർഡ് സെലക്ട് ചെയ്യുന്നു എന്നുള്ള അർത്ഥമാണ്. ഔട്ട് ഓഫ് എ പാക്ക് ഓഫ് 52 കാർഡ്സ് ഇഫ് ഈച്ച് സെലക്ഷൻ കണ്ടെയ്ൻസ്, ഇനി ക്വസ്റ്റ്യനിൽ 3 പാർട്ടുണ്ട്. അതിൽ എ പാർട്ട് എക്സാക്ട്ലി 2 കിങ് കാർഡ്സ്. അപ്പോൾ 5 കാർഡ് കോമ്പിനേഷൻസ് ഫ്രം എ പാക്ക് ഓഫ് 52 കാർഡ്സ് എന്ന് പറഞ്ഞാൽ 52 കാർഡ് ഉള്ളതിൽ നിന്ന് 5 കാർഡുകൾ എടുക്കുന്നു എന്നാണ്. ഇവിടെയും ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ ചോദിച്ചിട്ടില്ല. ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ ചോദിച്ചിരുന്നെങ്കിൽ 52C5 എന്ന് എഴുതാമായിരുന്നു. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, അങ്ങനെ ഉണ്ടെങ്കിൽ അത് 52C5 എന്ന് എഴുതാം. പക്ഷേ അങ്ങനെ ചോദിച്ചിട്ടില്ല. പകരം എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ നമ്പർ ഓഫ് 5 കാർഡ് കോമ്പിനേഷൻസ് ഔട്ട് ഓഫ് എ പാക്ക് ഓഫ് 52 കാർഡ്സ് ഇഫ് ഈച്ച് സെലക്ഷൻ കണ്ടെയ്ൻസ് എക്സാക്ട്ലി 2 കിങ് കാർഡ്സ്. കൃത്യം 2 കിങ് കാർഡ് ഉണ്ടാവണം. അവിടെ അല്പം ആലോചിക്കണം. 5 കാർഡുകൾ എടുക്കുന്നു, അതിൽ 2 കിങ് ഉണ്ടാവണം. 5 കാർഡിൽ 2 കിങ് ഉണ്ടാവണം എന്ന് പറയുമ്പോൾ 3 കിങ് അല്ലാത്തതുണ്ടാവണം എന്നാണ്. അപ്പം 2 കിങ്ങും 3 നോൺ കിങ്ങുമാണ്. 5 കാർഡല്ലേ എടുക്കുന്നത്, അതിൽ കൃത്യം 2 കിങ്. ദാറ്റ് മീൻസ് ബാക്കി 3 എണ്ണം നോൺ കിങ്. അപ്പം 2 കിങ് ആൻഡ് 1 നോൺ കിങ്, 2 കിങ് ആൻഡ് 3 നോൺ കിങ് ആണ്. അതാണ് അവിടെ. അപ്പോൾ നമ്മൾ അറിയേണ്ടത് എത്ര കിങ് കാർഡ് ഉണ്ട്, എത്ര നോൺ കിങ് കാർഡ് ഉണ്ട്. കിങ് കാർഡുകളുടെ എണ്ണം 4 ആണെന്ന് അറിയാം. ബാക്കി 52 കാർഡ്സ് ഉള്ളതിൽ കിങ് കാർഡുകളുടെ എണ്ണം 4 ആണ്. അപ്പോൾ ബാക്കിയുള്ള 48 എണ്ണം നോൺ കിങ് ആണ്. അപ്പോൾ 4 കിങ്ങും 48 നോൺ കിങ്ങുമാണുള്ളത്. ദർ ആർ 4 കിങ് ആൻഡ് 48 നോൺ കിങ് കാർഡ്സ്. നമ്മൾ എത്ര കാർഡ് എടുക്കുന്നത്? 5 കാർഡ്. വി ആർ സെലക്ടിങ് 5 കാർഡ്സ്. പക്ഷേ എ പാർട്ടി പറയുന്നത് സെലക്ഷൻ കണ്ടെയ്ൻസ് എക്സാക്ട്ലി 2 കിങ് കാർഡ്സ് എന്നാണ്. സെലക്ഷൻ കണ്ടെയ്ൻസ് എക്സാക്ട്ലി 2 കിങ് കാർഡ്സ് മീൻസ് എന്താണ്? 5 എണ്ണം എടുത്ത് അതിൽ കൃത്യം 2 കിങ്. ദാറ്റ് മീൻസ് ബാക്കി 3 എണ്ണം നോൺ കിങ്. ദാറ്റ് മീൻസ് സെലക്ടിങ് 2 കിങ് ആൻഡ് 3 നോൺ കിങ് എന്നാണ്. അപ്പോൾ 4 കിങ് ഉള്ളതിൽ നിന്നും 2 കിങ്ങും 48 നോൺ കിങ് ഉള്ളതിൽ നിന്നും 3 നോൺ കിങ്ങും. ഒന്ന് ആലോചിക്കുക. 4 കിങ് കാർഡിൽ നിന്ന് 2 കിങ് കാർഡ്, അത് എത്ര രീതിയിൽ പറ്റും? 4C2 രീതിയിൽ പറ്റും. 48 നോൺ കിങ് കാർഡുകളിൽ നിന്നും 3 നോൺ കിങ് കാർഡ്, അത് 48C3 രീതിയിൽ പറ്റും. ഇപ്പം കിങ് കാർഡുകൾ 4C2ഉം നോൺ കിങ് കാർഡുകൾ 48C3യും. അപ്പോൾ രണ്ടോട് ഒരുമിച്ചാകുമ്പോൾ 2 കിങ് ആൻഡ് 3 നോൺ കിങ് ആകുമ്പോൾ 4C2 ഇൻറ്റു 48C3. അതാണ് ഇപ്പോൾ സെലക്ഷനിൽ എക്സാക്ട്ലി 2 കിങ് കാർഡ് ഉണ്ടാവണമെന്നാണ് പറഞ്ഞത്. ദാറ്റ് മീൻസ് സെലക്ടിങ് 2 കിങ് ആൻഡ് 3 നോൺ കിങ് കാർഡ്സ്, നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ഷൻ ഈസ് ഈക്വൽ ടു 4C2 ഇൻറ്റു 48C3. ബി പാർട്ട് കൂടി നമുക്ക് നോക്കാം. ബി പാർട്ട് എന്താ പറഞ്ഞേക്കുന്നത്? സെലക്ഷൻ കണ്ടെയ്ൻസ് ഓൾ കിങ് കാർഡ്സ്. ഓൾ കിങ് കാർഡ്സ് മീൻസ് എല്ലാ കിങ് കാർഡുകളും വരണം. കിങ് കാർഡുകൾ 4 ആണുള്ളത്. അപ്പോൾ 4 എണ്ണവും വരണം. 4 കിങ് കാർഡുകളും വരണം. ആകെ എടുക്കുന്ന കാർഡുകളുടെ എണ്ണം 5 അല്ലേ? അപ്പോൾ എല്ലാ കിങ് കാർഡുകളും അതിൽ വരണം. ദാറ്റ് മീൻസ് കിങ് കാർഡുകൾ 4 അതിൽ വരണം. 5 എണ്ണമാണ് ആകെ ഉള്ളത്. പക്ഷെ 4 കിങ് കാർഡ് വന്നാൽ പിന്നെ ഒരെണ്ണം നോൺ കിങ് ആയിരിക്കും. അപ്പോൾ 4 കിങ്ങും 1 നോൺ കിങ്ങും എന്നാണ് അർത്ഥം. എത്രയിൽ നിന്ന്? 4 കിങ്ങും 48 നോൺ കിങ്ങും ഉണ്ട്. അതിൽ നിന്ന് 4 കിങ്ങും 1 നോൺ കിങ്ങും. ഇപ്പോൾ 4 കിങ്ങിൽ നിന്ന് 4 കിങ്, അത് 4C4. 48 നോൺ കിങ്ങിൽ നിന്ന് ഒരു നോൺ കിങ്, അത് 48C1 ഉണ്ടാവും. സെലക്ഷൻ കണ്ടെയ്ൻസ് ഓൾ കിങ് കാർഡ്സ് മീൻസ് സെലക്ടിങ് 4 കിങ് ആൻഡ് 1 നോൺ കിങ്. എല്ലാ കിങ് കാർഡും ഉണ്ടാവണം. കിങ് കാർഡ് 4 4 ഉണ്ടാവണം. ആകെ എടുക്കുന്നത് 5. അപ്പോൾ എന്ത് പറ്റും? ബാക്കി ഒരെണ്ണം നോൺ കിങ് ആയിരിക്കും. അതാണ് 4 കിങ് ആൻഡ് 1 നോൺ കിങ്. എത്രയിൽ നിന്നാണ്? കിങ് കാർഡ് 4 ഉണ്ട്, അതിൽ നിന്നാണ് 4 കിങ്, അത് 4C4. നോൺ കിങ് കാർഡുകൾ 48 എണ്ണമുണ്ട്, അതിൽ നിന്നാണ് ഒരെണ്ണം, 48C1. അപ്പോൾ രണ്ടുകൂടെ ഒരുമിച്ചാകുമ്പോഴോ 4C4 ഇൻറ്റു 48C1. 4C4 കാണാൻ അറിയാം, NCN = 1 ആണ്. അപ്പോൾ 4C4 1 ആണ്. NC1 N ആണ്. അതൊക്കെ ഫോമുലയാണ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ 48C1 എന്ന് പറയുന്നത് 48 ആണ്. ഇനി അടുത്ത ഒരു പാർട്ട് കൂടിയുണ്ട്. എന്താണ് സി പാർട്ട്? സെലക്ഷൻ കണ്ടെയ്ൻസ് നോ കിങ് കാർഡ്. ഒരു കിങ് കാർഡ് പോലും ഉണ്ടാകാൻ പാടില്ല.
അപ്പം എന്താ, 5 കാർഡ് എടുക്കുന്നു, ഒരെണ്ണം പോലും, ഒരു കിങ് പോലും ഉണ്ടാവാൻ പാടില്ല. ഒരു കിങ് പോലും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എടുത്ത 5 എണ്ണവും നോൺ കിങ് കാർഡുകളായിരിക്കണമെന്നാണ്. അപ്പോൾ 48 നോൺ കിങ് കാർഡുകളിൽ നിന്നും 5 നോൺ കിങ് കാർഡുകൾ എടുക്കണം. അത് എത്ര രീതിയിൽ പറ്റും? 48C5 രീതിയിൽ പറ്റും. അതാണോ സെലക്ഷൻ കണ്ടെയ്ൻസ് നോ കിങ് കാർഡ് മീൻസ് സെലക്ടിങ് 5 നോൺ കിങ് cards from 48 non-king cards. Number of ways of selection is equal to 48C5. അടുത്ത question. What is the number of ways of selecting 4 cards from a pack of 52 cards? അതാണ് ആദ്യ ചോദ്യം. ആ ചോദ്യം നമുക്കറിയാവുന്നതാണ്. നമ്പർ ഓഫ് 52 കാർഡ്സിൽ നിന്ന് 4 കാർഡ് സെലക്ട് ചെയ്യണം. എത്ര രീതിയിൽ പറ്റും? അത് 52C4. ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് 52C4 ആണ്. അത് കഴിഞ്ഞുള്ളത് ഇൻ ഹൗ മെനി ഓഫ് ദീസ് സെലക്ഷൻസ്, നമുക്ക് ഓരോരോ പാർട്ടായിട്ട് ചെയ്യാം. അതിലെ പാർട്ട് 4 കാർഡ്സ് ആർ ഓഫ് സെയിം സ്യൂട്ട്. 4 കാർഡുകൾ സെലക്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. 4 കാർഡ്സ് ആർ ഓഫ് സെയിം സ്യൂട്ട്. സെയിം സ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ കാർഡുകൾ, അതിൽ പിക്ചർ ഉപയോഗിച്ചിട്ട് 4 തരം കാർഡ് ഉണ്ടെന്ന് കണ്ടു. ഏതൊക്കെയാണ്? ഡയമണ്ട്, ഹാർട്ട്സ്, സ്പെയ്ഡ്, ക്ലബ്സ്. 13 ഡയമണ്ട് കാർഡ്സ്, 13 ഹാർട്ട്സ് കാർഡ്, 13 സ്പെയ്ഡ് കാർഡ്, 13 ക്ലബ്സ് കാർഡ്. ഈ എടുക്കുന്ന 4 കാർഡുകളാണ് എടുത്തായിട്ട് പറഞ്ഞേക്കുന്നത്. ഈ 4 കാർഡും ഒരേ ടൈപ്പ് ആണെങ്കിൽ, ദാറ്റ് മീൻസ് ഒന്നുകിൽ 4 ഡയമണ്ട് ആയിരിക്കണം, അതല്ല എങ്കിൽ 4 സ്പെയ്ഡ് ആയിരിക്കും, ഹാർട്ട്സ് ആയിരിക്കണം, അതല്ല എങ്കിൽ 4 സ്പെയ്ഡ് ആയിരിക്കണം, അതല്ലെങ്കിൽ 4 ക്ലബ്സ് ആയിരിക്കണം. ദാറ്റ് മീൻസ് 4 ഡയമണ്ട് ഓർ 4 ഹാർട്ട്സ് ഓർ 4 സ്പെയ്ഡ് ഓർ 4 ക്ലബ്സ്. ഇങ്ങനെ വരണം. എല്ലാം ഒരേ ടൈപ്പ് വരണം. അപ്പോഴാണ് അതിനെ സെയിം സ്യൂട്ട് എന്ന് പറയുക. അപ്പോൾ അത് എത്ര രീതിയിൽ പറ്റും എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ എന്താ വേണ്ടത്? ഒന്നുകിൽ 4 ഡയമണ്ട് ആയിരിക്കണം. അത് എത്ര രീതിയിൽ പറ്റും എന്ന് ആദ്യം കണ്ടുപിടിക്കണം. ദെൻ അല്ലെങ്കിൽ എന്ത് വരണം? 4 ഹാർട്ട്സ് ആയിരിക്കണം. അത് എത്ര രീതിയിൽ പറ്റും? ദെൻ 4 സ്പെയ്ഡ് ആയിരിക്കണം. അത് എത്ര രീതിയിൽ പറ്റും? ദെൻ 4 ക്ലബ്സ് ആയിരിക്കണം. അത് എത്ര രീതിയിൽ പറ്റും? ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ നമ്പർ ഓഫ് വേസ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ഡയമണ്ട് എടുക്കാം. ഡയമണ്ട് കാർഡുകൾ 13 ആണുള്ളത്. അതിൽ നിന്ന് ആണ് 4 എണ്ണം എടുക്കേണ്ടത്. അപ്പോൾ ഡയമണ്ട് കാർഡുകൾ 4 ഡയമണ്ട് ആകുന്നു എന്ന് പറയുന്നത് 13C4 രീതിയിൽ പറ്റും. അടുത്ത 4 ഹാർട്ട്സ് ആവണം. അതും ഇതുപോലെ തന്നെയാണ്. 13 ഹാർട്ട്സ് കാർഡുകൾ, അതിൽ നിന്ന് 4 ഹാർട്ട്സ് കാർഡ്, അതും 13C4 രീതിയിൽ തന്നെയാണ് പറ്റുന്നത്. അടുത്ത 4 സ്പെയ്ഡ് കാർഡുകൾ, അതും ഇത് തന്നെയാണ്. 13 സ്പെയ്ഡ് കാർഡ് ഉണ്ട്, അതിൽ നിന്ന് 4, അപ്പോൾ അതും 13C4 തന്നെയാണ്. അടുത്ത ക്ലബ്സ്, അതും 13C4 തന്നെയാണ്. ഇവിടെ പറഞ്ഞത് 4 കാർഡ് ഓഫ് സെയിം സ്യൂട്ട്, 4 സെയിം സ്യൂട്ട് ആവണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വരണം. ഒന്നുകിൽ 4 ഡയമണ്ട് ഓർ 4 ഹാർട്ട്സ് ഓർ 4 സ്പെയ്ഡ് ഓർ 4 ക്ലബ്സ്. ഓർ ആണ്. ഓർ വരുമ്പം ആഡ് ചെയ്താൽ മതി, അല്ലാതെ മൾട്ടിപ്ലിക്കേഷൻ അല്ല. അപ്പോൾ സെയിം സ്യൂട്ടിൻ്റെ ആൻസർ വരുന്നത് 13C4 പ്ലസ് 13C4 പ്ലസ് 13C4 എന്ന് വരും. നോക്കാം. Cards are of same suit means 4 diamond cards or 4 cards hearts or spade or 4 clubs. അപ്പോൾ number of ways of selection in which 4 cards are of same suit. നേരത്തെ പറഞ്ഞതാ 4 ഡയമണ്ട് 13C4, 4 ഹാർട്ട്സ് അതും 13C4, 4 സ്പേഡ് അതും 13C4, 4 ക്ലബ്സ് അതും 13C4. ഓർ ആയതുകൊണ്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാണ്. 13C4 പ്ലസ് 13C4 പ്ലസ് 13C4 പ്ലസ് 13C4. ദാറ്റ് മീൻസ് 4 into 13C4. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. 13C4 അറിയാമല്ലോ. 13ൽ തുടങ്ങി 4 എണ്ണം, 13 into 12 into 11 into 10 by 1 into 2 into 3 into 4. അത് കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ബി പാർട്ട്. 4 കാർഡ്സ് ആർ ഓഫ് ഡിഫറൻറ്റ്, സെയിം എന്നല്ല, ഡിഫറൻറ്റ് സ്യൂട്ട് എന്ന് തിരുത്തണം. ടൈപ്പിങ്ങിൽ പറ്റിയ മിസ്റ്റേക്കാണ്. 4 കാർഡ്സ് ആർ ഓഫ് ഡിഫറൻറ്റ് സ്യൂട്ട് എന്ന് കറക്റ്റ് ചെയ്തോളാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ ഇവിടെ പറഞ്ഞത് എന്താണ്? 4 കാർഡുകൾ സെലക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഈ 4 കാർഡും ഡിഫറൻറ്റ് സ്യൂട്ട് ആയിരിക്കണം. നേരത്തെ പറഞ്ഞല്ലോ 4 ടൈപ്പാണ്. പിക്ചർ 4 ടൈപ്പാണുള്ളത്. ഏതൊക്കെയാ? ഡയമണ്ട്, ഹാർട്ട്സ്, സ്പെയ്ഡ്, ക്ലബ്സ്. അപ്പം 4 എണ്ണം എടുത്തു. 4ഉം ഡിഫറൻ്റ് ആവണമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു സ്പെയ്ഡും 1 ഡയമണ്ടും 1 ഹാർട്ട്സും 1 ക്ലബും അല്ലേ? നമ്മൾ ആദ്യം ചെയ്ത് 4 സെയിം സ്യൂട്ട്. 4ഉം സെയിം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 4ഉം ഡയമണ്ട് ആവണം, അതല്ലെങ്കിൽ 4ഉം ഹാർട്ട്സ് ആവണം, അതല്ലെങ്കിൽ 4ഉം
ക്ലബ്സ് ആവണം, അതല്ലെങ്കിൽ 4 സ്പെയ്ഡ് ആവണം. അതാണ് സെയിം സ്യൂട്ട്. പക്ഷെ ഡിഫറൻറ്റ് സ്യൂട്ട് ആകുമ്പോഴോ 4 ഡിഫറൻറ്റ്. ദാറ്റ് മീൻസ് ഒരു സ്പെയ്ഡ്, ഒരു ഡയമണ്ട്, ഒരു ഹാർട്സ്, ഒരു ക്ലബ്സ്, ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ എത്ര നമുക്ക് 13 ഡയമണ്ട് കാർഡുണ്ട്, 13 ഹാർട്സ് കാർഡുണ്ട്, 13 സ്പെയ്ഡ് കാർഡുണ്ട്, 13 ക്ലബ്സ് കാർഡുണ്ട്. അപ്പോൾ 13 ഡയമണ്ട് കാർഡിൽ നിന്നൊരു ഡയമണ്ട്, അത് 13C1. 13 ഹാർട്സ് കാർഡിൽ നിന്നൊരു ഹാർട്സ്, അതും 13C1. 13 സ്പെയ്ഡ് കാർഡിൽ നിന്നൊരു സ്പെയ്ഡ്, അതും 13C1. 13 ക്ലബ്സ് കാർഡിൽ നിന്നൊരു ക്ലബ്സ്, അതും 13C1. എല്ലാം 13C1. ഇതെല്ലാം ഒരുമിച്ചാണ്, ഓറല്ല, ഏതെങ്കിലും ഒന്നല്ല. 1 ഡയമണ്ട്, 1 ഹാർട്സ്, 1 സ്പെയ്ഡ് ആൻഡ് 1 ക്ലബ്ബാണ്. അപ്പോൾ എല്ലാം ഒരുമിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. മൾട്ടിപ്ലൈ ചെയ്യണം. 13C1 ഇൻറ്റു 13C1 ഇൻറ്റു 13C1 ഇൻറ്റു 13C1. ആൻസർ നോക്കാം. നോക്കൂ, cards are of different suit means 1 diamond, 1 hearts, 1 spade and 1 clubs card are selected. അപ്പോൾ number of ways of selection in which cards are of different suit equal to 13C1 into 13C1 into 13C1 into 13C1. 13C1 NC1 n തന്നെയാണ്. അപ്പോൾ 13C1 13 തന്നെയാണ്. 13 into 13 into 13 into 13. ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി സി പാർട്ട്. സി പാർട്ട് പറയുന്നത് 4 കാർഡ്സ് ആർ ഫേസ് കാർഡ്. അപ്പോൾ അത് ചെയ്യാൻ എന്താണ് ഫേസ് കാർഡ് എന്നറിയണം. അത് നേരത്തെ പറഞ്ഞില്ല. നമ്മൾ പണ്ടല്ലോ കാർഡുകളെ സംബന്ധിച്ച് നമ്മൾ കണ്ടല്ലോ, അതിൽ ലെറ്റേഴ്സും ഉണ്ട്, പിക്ചേഴ്സും ഉണ്ട്. ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ്. അതിൽ കണ്ടത് എയ്സും 2 മുതൽ 10 വരെയുള്ള നമ്പേഴ്സും ജാക്കും ക്യൂനും കിങ്ങുമാണ്. ഇതിൽ ജാക്ക്, ക്യൂന്, കിങ് ഈ 3 കാർഡുകളെ വിളിക്കുന്ന പേരാണ് ഫേസ് കാർഡ്സ്. ജാക്ക് കാർഡ് 4 എണ്ണമാണ്, കിങ് കാർഡ് 4 എണ്ണമാണ്, ക്യൂൻ കാർഡും 4 എണ്ണമാണ്. അപ്പോൾ ഇത് 3 ചേർത്താണ് ഫേസ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫേസ് കാർഡ് എത്രയായി? 4 + 4 + 4 12 ഫേസ് കാർഡുകളായി. ഇവിടെ 4 കാർഡ് എടുക്കുന്ന 4 ഫേസ് കാർഡ് ആവണം. അപ്പോൾ 12 ഫേസ് കാർഡിൽ നിന്നാണ് 4 ഫേസ് കാർഡ് എടുക്കേണ്ടത്. അപ്പോൾ 12C4. അപ്പോൾ അതാണ് സി പാർട്ടിൻ്റെ ആൻസർ. നോക്കുക, there are 12 face cards for king, for queen and for jack cards. Number of ways of selecting 4 face cards is equal to 12C4. ഇനി ഡി പാർട്ട്. 4 cards are of same color. 4 കാർഡും സെയിം കളർ ആയിരിക്കണം. കളറിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടു, 2 ടൈപ്പ് കളറാണുള്ളത്. ഒന്ന് റെഡ്, ഒന്ന് ബ്ലാക്കും. ആകെ 52 കാർഡ്സ് ഉള്ളതിൽ 26 റെഡ് കാർഡുകളും 26 ബ്ലാക്ക് കാർഡുകളുമാണുള്ളത്. അപ്പോൾ 4 കാർഡുകളാണ് എടുക്കുന്നത്. അത് 4ഉം സെയിം കളർ ആവണം. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 4ഉം റെഡ് ആവണം, അതല്ലെങ്കിൽ 4ഉം ബ്ലാക്ക് ആവണം. ദാറ്റ് മീൻസ് എയ്തർ 4 കാർഡ്സ് ആർ റെഡ്, എയ്തർ 4 റെഡ് ഓർ 4 ബ്ലാക്ക്. അപ്പോൾ എന്ത് ചെയ്യും? 4 റെഡ് എത്ര രീതിയിൽ പറ്റും അത് ആദ്യം കണ്ടുപിടിക്കുക. 4 ബ്ലാക്ക് എത്ര രീതിയിൽ പറ്റും അത് കണ്ടുപിടിക്കുക. 4 റെഡ് ഓർ 4 ബ്ലാക്ക് എന്നാണ്. ഓർ വരുമ്പോൾ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആകെ എത്ര റെഡ് കാർഡ് ഉണ്ട്? 26 റെഡ് കാർഡ്. അതിൽ നിന്ന് 4 റെഡ് കാർഡ് ആണെങ്കിൽ എത്ര രീതി എടുക്കാം? 26C4. ഇനി 26 ബ്ലാക്ക് കാർഡ് ഉണ്ടല്ലോ, അതിൽ നിന്ന് 4 ബ്ലാക്ക് കാർഡ് എത്ര രീതിയിൽ എടുക്കാം? അതും 26C4. ഇനി സെയിം കളർ മീൻസ് 4 റെഡ് ഓർ 4 ബ്ലാക്ക് എന്ന. അപ്പോൾ 26C4 പ്ലസ് 26C4. അതാണ് ഡി പാർട്ടിൻ്റെ ആൻസർ. അപ്പോൾ ഡി പാർട്ടിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. There are 26 red cards and 25 അല്ല 26 ആണ്. അത് നോട്ടിനകത്ത് തിരുത്തി തരാം. 26 black cards ആണ്. 26 red cards and 26 black cards. Cards are of same color means that either 4 red or 4 black card selected. അപ്പോൾ number of ways in which cards are of same color അങ്ങനെ വരിക. 26 red എന്ന് 4 red ആണ് 26C4. 26 black എന്ന് 4 black 26C4. ഓർ ആയതുകൊണ്ട് രണ്ടോടെ ആഡ് ചെയ്യുന്നു. That means 26C4 പ്ലസ് 26C4 എന്ന് കിട്ടും. അടുത്തത് ഈ പാർട്ട്. 2 cards are red and 2 are blacks. 2 red and 2 black. അപ്പോൾ എങ്ങനെ എടുക്കും? 26 റെഡിൽ നിന്ന് 2 റെഡ്, അത് 26C2. 26 ബ്ലാക്കിൽ നിന്ന് 2 ബ്ലാക്ക്, അതും 26C2. അപ്പോൾ 2 റെഡ് ആൻഡ് 2 ബ്ലാക്ക്, ആൻഡ് ആണ് ഒരുമിച്ച് ചെയ്യുക. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് 26C2 ഇൻറ്റു 26C2. ഈ പാർട്ടിൻ്റെ ആൻസർ. There are 26 red and 26 black cards. Number of ways of selecting 2 red and 2 black cards is equal to 26C2 into 26C2. അടുത്ത F.
2 cards are spade and 2 are diamond. 2 സ്പെയ്ഡും 2 ഡയമണ്ടും. അപ്പോൾ നോക്കണം എത്ര സ്പെയ്ഡ് എത്ര ഡയമണ്ട്. കാർഡുകളുടെ എണ്ണം കൃത്യമായി അറിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. 13 സ്പെയ്ഡും 13 ഡയമണ്ടും. അപ്പോൾ 13 സ്പെയ്ഡിൽ നിന്ന് 2 സ്പെയ്ഡ്, അത് 13C2 രീതിയിൽ. 13 ഡയമണ്ടിൽ നിന്ന് 2 ഡയമണ്ട്, അതും 13C2 രീതിയിൽ. അപ്പോൾ 2 സ്പെയ്ഡ് ആൻഡ് 2 ഡയമണ്ട്, ആൻഡ് ആകുമ്പോൾ ഒരുമിച്ച് ചെയ്യുന്നതാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങിൻ്റെ ഉപയോഗമാണ്. 13C2 ഇൻറ്റു 13C2. എഫ് പാർട്ടിൻ്റെ ആൻസർ ഉണ്ടോ. നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 2 സ്പെയ്ഡ് ആൻഡ് 2 ഡയമണ്ട് കാർഡ് ഈസ് ഈക്വൽ ടു 13C2 ഇൻറ്റു 13C2. ഏറ്റവും അവസാനമായിട്ട് ജി 3 ആർ കിങ് ആൻഡ് 1 ഈസ് ക്യൂൻ. 3 എണ്ണം കിങ്ങും 1 എണ്ണം ക്യൂനും. അപ്പോൾ കിങ് കാർഡും ക്യൂൻ കാർഡും എത്ര വീതമുണ്ടെന്ന് അറിയണം. 4 കിങ്ങും 4 ക്യൂനുമാണുള്ളത്. അപ്പോൾ 4 കിങ്ങിൽ നിന്ന് 3 കിങ്, അത് 4C3. 4 ക്യൂനിൽ നിന്ന് 1 ക്യൂൻ, അത് 4C1. അപ്പോൾ 3 കിങ് ആൻഡ് 1 ക്യൂൻ ആകുമ്പോൾ 4C3 ഇൻറ്റു 4C1. നോക്കുക, നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 3 കിങ് ആൻഡ് 1 ക്യൂൻ കാർഡ് ഈസ് ഈക്വൽ ടു 4C3 ഇൻറ്റു 4C1. അതും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാർഡിൻ്റെ പ്രോബ്ലംസ് ഈ നമ്പർ ഓഫ് വേസ് ചോദിച്ചുകൊണ്ട് നമ്പർ ഓഫ് വേസ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാറുണ്ട്. നമുക്കിനി ഇതിന് ലാസ്റ്റ് ചാപ്റ്റർ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, അതിനകത്തും ഇതേപോലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. കാർഡുകളുടെ എണ്ണം കൃത്യമായി മനസ്സിലാക്കി വയ്ക്കുക. മനസ്സിലാക്കി വെച്ചിട്ട് ഇത്തരം പ്രോബ്ലങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതോടുകൂടി ഈ കോമ്പിനേഷൻസിൻ്റെ പ്രോബ്ലം നമ്മൾ ഈ ക്ലാസ്സോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ചെറിയൊരു പ്രോബ്ലം അടുത്തൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യും. അതോടുകൂടി നമുക്ക് ഈ ചാപ്റ്റർ അവസാനിക്കും. ഓക്കെ, താങ്ക്സ്.